അമ്പരപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. റഷ്യ യുക്രൈനിൽ കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നു. 2022 ഫെബ്രുവരി 7-നാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയത്. അതിനുശേഷം നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈനിലെ 13 ഇടങ്ങളിലാണ് റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയത്. കീവിലും മറ്റ് 12 മേഖലകളിലുമാണ് ആക്രമണം നടത്തിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ആക്രമണം വിറപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനവാസ മേഖലകളിലും മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 267 റഷ്യൻ ഡ്രോണുകളാണ് യുക്രൈൻ്റെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ട് പറന്നത്. 138 ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്നും 119 എണ്ണം അപ്രത്യക്ഷമായെന്നും നാശം വിതച്ചില്ലെന്നും യുക്രൈൻ അവകാശപ്പെടുന്നു. 3 ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ തൊടുത്തുവിട്ടതായി യുക്രൈൻ അറിയിച്ചു. യുക്രൈനിലെ 5 ഇടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. പ്രത്യേക സൈനിക ഓപ്പറേഷൻ്റെ ഭാഗമായാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യ അറിയിച്ചു. ശനിയാഴ്ചയും റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്തിയിരുന്നു. ക്രിവിറിക് നഗരത്തിലാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഞായറാഴ്ച ഏറ്റവും വലിയ ആക്രമണം റഷ്യ നടത്തിയത്. ഒറ്റ രാത്രിയിൽ 200ഓളം ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യ നടത്തിയതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ഉണ്ടായ ഏറ്റവും കനത്ത ആക്രമണമാണിതെന്നും സെലൻസ്കി വ്യക്തമാക്കി. റഷ്യയുടെ വ്യോമ ഭീകരതയെ സെലൻസ്കി അപലപിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും നമ്മുടെ ആളുകൾ ആകാശ ഭീകരതയ്ക്കെതിരെ പൊരുതുന്നു, അദ്ദേഹം എക്സിൽ കുറിച്ചു. യുദ്ധത്തിൻ്റെ 3-ാം വാർഷികത്തിൻ്റെ തലേന്ന് റഷ്യ യുക്രൈനെതിരെ 267 ആക്രമണ ഡ്രോണുകൾ വിക്ഷേപിച്ചു. യുക്രൈൻ്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആക്രമണം നടത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണിത്. മൊത്തം 1150 ആക്രമണ ഡ്രോണുകളും 1400-ലധികം ഗൈഡഡ് ഏരിയൽ ബോംബുകളും വിവിധ തരത്തിലുള്ള 35 മിസൈലുകളും റഷ്യ കഴിഞ്ഞ ആഴ്ച യുക്രൈന് നേരെ തൊടുത്തുവിട്ടതായി സെലൻസ്കി പറഞ്ഞു. അതിനിടെ യുക്രൈനെതിരെ അതിശക്തമായ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. സെലൻസ്കിയോടാണ് ട്രംപിൻ്റെ ദേഷ്യം മുഴുവൻ. സെലൻസ്കിയെ കഴിവുകെട്ടവൻ, വിഡ്ഢി, ഏകാധിപതി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു ട്രംപ്. മാത്രമല്ല, യുക്രൈൻ യുദ്ധമുടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. പുടിനുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള ട്രംപിൻ്റെ നീക്കം ശരിക്കും സെലൻസ്കിയെ വല്ലാതെ അമ്പരപ്പിച്ചു. സെലൻസ്കിയെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള നീക്കവുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപിൻ്റെ സമീപകാല പ്രസ്താവനകളെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സെലൻസ്കിക്കെതിരെ മുൻ സഹായി ഒലെക്സി അരസ്റ്റോവിച്ച് രംഗത്ത് വന്നു. യുക്രൈൻ്റെ അടുത്ത പ്രസിഡന്റ് ആവാൻ സെലൻസ്കി ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പാണ് ഒലെൻസ്കി നൽകുന്നത്. അതിന് ശ്രമിച്ചാൽ സെലൻസ്കിയെയും സംഘത്തെയും ജയിലിലടയ്ക്കുമെന്നാണ് ഒലെക്സിയുടെ മുന്നറിയിപ്പ്.